ഗൗതം, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടൊരു ചിത്രം, ഒരു സിനിമ വന്നപ്പോൾ അതിനെതിരെ പറയാൻ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഇത് യഥാർത്ഥ കേരള സ്റ്റോറി ആണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇവിടെ കൃത്യമായ ഒരു പ്രതികരണം വരുന്നില്ല. ഈ സാവരിയ ബസന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മാധ്യമ ശ്രദ്ധ പോലും ഈ വിഷയത്തിൽ പതിയുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ജനം ടിവിയാണ് നിരന്തരം ഈ സംഭവത്തിന്റെ വാസ്തവം, ഈ വാർത്തയിലെ വാസ്തവം ജനങ്ങളെ ഇങ്ങനെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് രാജ്യത്തിന് ശ്രദ്ധ തന്നെ പതിയേണ്ട വിഷയമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി സദാനന്ദ മാഷ് ഒരു കത്ത് ആഭ്യന്തരമന്ത്രിക്ക് തന്നെ നൽകുന്നത്. അതായത് ഗൗതം, നമ്മുടെ കേരളത്തിൽ കൃത്യമായൊരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും ആകാത്ത ഒരു സാഹചര്യം കൂടി ഇല്ലേ ഗൗതം? രാഖി, ഇത് വിദേശത്ത് നടന്ന ഒരു കൊലപാതകമാണ്. അതിനാൽ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രാഖി സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ആദർശ് സൂചിപ്പിച്ചതുപോലെ, കേരളത്തിലെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ മുൻപ് അധികാരത്തിലിരുന്ന ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കെല്ലാം ഈ കേസിൽ സമഗ്രമായൊരു അന്വേഷണം വേണമെന്ന നിലപാടില്ല എന്നതാണ്. കാരണം കേരള സ്റ്റോറി പ്രൊപ്പഗണ്ടയാണെന്നും അല്ലെങ്കിൽ ഈ ലവ് ജിഹാദ് ഇല്ലാത്ത ഒന്നാണെന്നും പ്രചരിപ്പിക്കാനാണ് അവർക്ക് താല്പര്യം. ഈ സാഹചര്യത്തിലാണ് സാവരിയ ബസന്തിൻ്റെ കൊലപാതകം, അതും ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ച ഒരു 23-കാരിയെ സുഹൃത്ത് ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച കൊലപാതകമായിട്ടും കേരളത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ മറ്റു മാധ്യമങ്ങളോ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അത് BJP ഒഴിച്ചുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ ഈ വിഷയത്തിൽ താല്പര്യമില്ലാത്തത് അതുകൊണ്ടാണ്. നമുക്കറിയാം, ഈ കൊലപാതകം തീർത്തും മതപരമായ ഒരു സുഹൃത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെൺ സുഹൃത്തിനെ തലക്കടിച്ച് കൊല്ലുകയാണ്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് ഉയരേണ്ടതാണ്. പക്ഷേ അത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാധ്യമങ്ങൾ, വലിയൊരു വിഭാഗം മാധ്യമങ്ങൾ ഈ വാർത്തയെ തമസ്കരിക്കുവാനായുള്ള മത്സരം നടക്കുകയാണ്. ഒരുപക്ഷെ ജനം ടിവിയും പത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ജന്മഭൂമിയും ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു മാധ്യമങ്ങൾക്കൊന്നും ഈ വിഷയത്തിൽ താല്പര്യമില്ല. അതിനാൽ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അപ്പുറത്തേക്ക് കേന്ദ്ര ഏജൻസി വരണം എന്ന ഒരാവശ്യം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് പത്രങ്ങളോ അത്തരമൊരാവശ്യം മുന്നോട്ട് വെക്കുന്നില്ല. ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് V. മുരളീധരൻ MLAയും ആലപ്പുഴ സൗത്ത് ജില്ലയുടെ അധ്യക്ഷനായിട്ടുള്ള സന്ദീപ് വാചസ്പതിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നുണ്ട്. അത് BJP ഈ നിലപാടിൽ നിൽക്കുന്നുണ്ടെങ്കിലും മറ്റ് ഭരണപക്ഷത്തുള്ള കോൺഗ്രസ് ആകട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്ന CPIM ആകട്ടെ, അല്ലെങ്കിൽ CPI ഉൾപ്പെടെയുള്ള പാർട്ടികളാകട്ടെ, ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരില്ല എന്ന യാഥാർത്ഥ്യം ഇവർക്കെല്ലാം അറിയാം. അതിനാൽ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. കാരണം ഭാരതത്തിന് പുറത്ത് നടന്ന ഒരു കൊലപാതകം എന്ന നിലയിൽ അതിൻ്റെ ചുഴൽ അഴിയണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സദറുൽ അനം എന്ന ഈ മലപ്പുറംകാരനെ, ഈ ക്രിമിനലിനെ തക്കതായ ശിക്ഷ നൽകണമെങ്കിൽ അത്തരം ഒരു അന്വേഷണം അനിവാര്യമാണ്. പക്ഷേ അത്തരം ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം കേരളത്തിൽ ശക്തമാകുന്നില്ല. എന്തായാലും സദാനന്ദൻ മാസ്റ്ററുടെ ഭാഗത്ത് നിന്ന് വളരെ സുപ്രധാനമായ ഒരു ഇടപെടൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് തന്നെ ഇക്കാര്യം അദ്ദേഹം ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായും സദാനന്ദൻ മാസ്റ്ററെ പോലെ ഇത്രയും പ്രമുഖനായ ഒരു നേതാവ്, അദ്ദേഹം നൽകുന്ന ഈ പരാതിയെ തീർച്ചയായിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കും എന്ന് തന്നെ വേണം നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ അതിനെ നോക്കിക്കാണാൻ. കേന്ദ്ര ഏജൻസി വന്നാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടക്കൂ എന്നതിൽ സംശയമില്ല. കാരണം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിരവധി പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സോന എൽദോസിനെ പോലെയൊക്കെ ഏതാനും നാളുകൾക്ക് മുൻപാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് സമാനമായ രീതിയിൽ ആൺ സുഹൃത്ത് മുസ്ലിം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നു, അതിന് വിസമ്മതിക്കുന്നു. അതിനെ തുടർന്ന് വിഷയങ്ങളിലേക്ക് കൂടി നമ്മൾ ഒരുപാട് ഇറങ്ങിച്ചെല്ലേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ ഘട്ടത്തിൽ തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഗൗതം തുടരുക.